പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35 സങ്കീർത്തനം 7 വാക്യം. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. ദാവീദ് തൻ്റെ നിരപരാധിത്വത്തെ ഊന്നിപ്പറയുന്നു. ദാവീദ് തൻ്റെ ശത്രുക്കളോട് അന്യായം പ്രവർത്തിക്കാതിരിക്കുമ്പോഴും അവർ ന്യായീകരണമില്ലാതെ അവനെ പീഡിപ്പിക്കുന്നു. അവൻ്റെ ശത്രുക്കൾ അവർ വീഴുമെന്ന് പ്രതീക്ഷിച്ച് രഹസ്യമായി കെണികൾ വയ്ക്കുന്നു. കെണികൾ വെറും ഭൗതികമല്ല, അവ അവൻ്റെ ജീവിതത്തെയും പ്രശസ്തിയെയും ആത്മീയ ക്ഷേമത്തെയും നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ നമുക്ക് അന്യായമായ എതിർപ്പോ അപവാദമോ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ നിഷ്കളങ്കതയും കാണുന്നു. പ്രതികാരത്തിലൂടെ ശത്രുവിനെ നേരിടുവാൻ ശ്രമിക്കാതെ ദാവീദിനെ പോലെ പ്രാർത്ഥനയിലൂടെ തൻ്റെ വേദന ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. അവൻ നമ്മുടെ സംരക്ഷകനും പരിഹാരകനുമാണ്. പ്രാർത്ഥിക്കാം. ശത്രു എനിക്കെതിരെ പോരാടുമ്പോഴും ദൈവത്തിൽ അഭയം കണ്ടെത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.